സഖാവ് എന്നുള്ളൊരു വിളിപ്പേര് ഒരു സംഘടനയ്ക്കൊപ്പം ചാർത്തുന്നതാണ്. ഒരാൾക്ക് ഒറ്റയ്ക്കൊരിക്കലും ഒരു സഖാവായി നിൽക്കാൻ കഴിയില്ല. അയാൾക്ക് തോന്നാം ഞാനൊരു സഖാവിൻ്റെ ലക്ഷണങ്ങളുള്ളയാളാണ്, പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നൊരു പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുമ്പോഴാണ് അയാൾ ഒരു സഖാവായി തീരുന്നത് എന്നുള്ളതാണ്. ഞാൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകൾ ഓർമ്മിക്കുകയായിരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പറോ സഹകരണ ബോർഡ് മെമ്പറോ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി പദവികളോ ഒന്നുമില്ലാതെ 5 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട പാർട്ടിയിലെ അംഗങ്ങളാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കരുത്ത്, CPM എന്ന് പറയുന്ന പാർട്ടിയെ നിലനിർത്തുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ 5 ലക്ഷത്തോളം ആളുകൾ ഈ പാർട്ടിയുടെ കൊടിക്ക് കീഴിൽ അണിനിരക്കുന്നുണ്ട്. പക്ഷേ അതിൽ മുതിർന്ന നേതാക്കളുണ്ട്. ആ നേതാക്കൾ ആദരിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. എനിക്ക് ഈ വിഷയത്തിലുള്ളത് 2 വ്യത്യസ്ത നിലപാടുകളാണ്. ഒന്ന്, ഇന്നത്തെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങളോട് വസ്തുതാപരമായി ഒരു വിശകലനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട്. 2, പാർട്ടി യഥാർത്ഥത്തിൽ സുധാകരനെ വേണ്ടത്ര അംഗീകരിച്ചിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഈ 2 ചോദ്യങ്ങൾക്കുമാണ് ഉത്തരം. മൂന്നാമത്തതാണ്, കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പിന്തുണയ്ക്കുമോ, എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കാൻ പോവുക എന്നുള്ളത്. ആദ്യത്തെ കാര്യത്തിലേക്ക് വന്നാൽ, യഥാർത്ഥത്തിൽ ഈ സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം പാർട്ടി സുധാകരൻ എന്താണ് നൽകിയത്? നിശ്ചയമായും സുധാകരൻ പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. 63 വർഷത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അത് ഓർമ്മപ്പെടുത്തുന്നു. 4 പതിറ്റാണ്ടിൻ്റെ ജില്ലാ കമ്മിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത് ഓർമ്മപ്പെടുത്തുന്നു. അത് ഒരു തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗത്വം അത് ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ പാർട്ടിക്ക് അദ്ദേഹം കൊടുത്തതുപോലെ തന്നെ പാർട്ടിയും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, അദ്ദേഹം വഹിച്ച പദവികൾ. അദ്ദേഹം SFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണല്ലോ. അതിനുശേഷം ഇങ്ങോട്ട് വോട്ടവകാശം കിട്ടിയ നാൾ മുതൽ ഏതെങ്കിലും ഒരു പാർട്ടി പദവിയിലോ ഏതെങ്കിലും ഒരു പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകളിലോ അല്ലാതെയായി ഏതെങ്കിലും ഒരു വർഷം അദ്ദേഹം ഇരുന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഞാൻ അദ്ദേഹത്തെ സുധാകരൻ സർ എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നതും ഞാൻ മനസ്സുകൊണ്ട് വിളിക്കുന്നതും അങ്ങനെയാണ്. നേരിട്ട് സംസാരിക്കുമ്പോഴും സുധാകരൻ സാർ എന്നാണ് വിളിക്കുക. കാര്യം പാർട്ടി ക്ലാസ്സുകളിൽ കൃത്യമായ മാർക്സിസ്റ്റ് ലെനിനിസം എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നയാളാണ് സുധാകരൻ സാറ്. അപ്പോൾ സുധാകരൻ സാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയാണ് പാർട്ടിയിലെ അംഗങ്ങൾക്കൊരു വ്യക്തത വരുത്തുന്നത്. അതും ഉദാഹരണ സഹിതമാണ് കാര്യങ്ങൾ വിശദീകരിക്കുക. മണിക്കൂറുകളോളം ആ ക്ലാസ്സിൽ ഇരുന്നവരുണ്ട്. അവരിൽ പലരെയും പക്ഷേ ഇന്ന് അദ്ദേഹം നിരാശപ്പെടുത്തി. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഏറ്റവും ഒടുവിൽ പറയാം.